കണ്ണിൽ എന്തെല്ലോ പുകയുന്ന പോലെ ഇല്ലാന്നുണ്ട്. നോക്ക ഇവരെന്തോ ലക്കിയാൻ ഇതാ കണ്ണിൻ്റെ അടുക്കുന്നല്ലോ കാറ്റ് പോന്ന്. ഇത് പറിക്കാൻ വയ്യാത്ത ഈശ്വര. സത്യമാണ് ഈ സംഭവം റെഡിക്ക് എന്തെന്നാന്ന് ഇതിന് പറയുന്നില്ല കേട്ടോ. കൃഷ്ണ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനലിൽ കുട്ടി ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത്യാവശ്യം എൻ്റെ ചില്ലറ ചളീസും വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ദൃശ്യ ഉമേഷ് വ്ളോഗ്സ് ആണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ വീഡിയോയിലോട്ട് കാണുന്നാലോ വലിച്ചു നീട്ടിയിട്ടൊന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കാലമായി സ്കിൻ ഒന്ന് കെയർ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടാനും ഉണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ പിമ്പിൾസും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനില്ലേ ജസ്റ്റ് ചെയ്യലുണ്ട് കെയറിങ്, പക്ഷേ ഒരു യഥാർത്ഥ കെയറിങ് ഒന്നും ഞാൻ കൊടുക്കലില്ല ഇപ്പോൾ. കാരണം കുട്ടിയൊക്കെ ആയി ഒട്ടും സമയം കിട്ടുന്നില്ല. ഇപ്പം നൈറ്റ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അമ്മയും അച്ഛനും വന്നാലും എനിക്ക് ടൈം കിട്ടും, സ്വാഭാവികമാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. എനിക്ക് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് മുടി വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒട്ടും സമയമില്ലാത്തൊരു കാലത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കോലത്തിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ കുളിക്കാൻ പോകുന്ന സമയത്താണ് സ്കിന്നൊക്കെ കെയർ ചെയ്യുന്നത്. അപ്പം ഞാനില്ല ഇതുവരെ യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പർപ്പിളിൽ നിന്ന് ഓഫറിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ പീൽ ഓഫ് മാസ്ക് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ഈ ഫെവിക്കോളിലിട്ട് പറിക്കുന്നതാണ്. അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, സ്കിന്നിന് ഭയങ്കര ഹാർംഫുൾ ആണ്. റെഡിക്ക് അതിലൊക്കെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ പ്രൊഡക്റ്റിലും കെമിക്കലുണ്ട്. ഇപ്പം നോ പാരബൻസ് എന്നൊക്കെ എഴുതിയാലും അവർ ഇത് ബടക്കാകാണ്ട് നിൽക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മളില്ലേ ഈ പപ്പക്കായ ഉപയോഗിച്ച് നമ്മളും ഇങ്ങനെ മുട്ടയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ പീൽ ഓഫ് മാസ്ക് ചെയ്യുന്നില്ലേ, അന്നേരം ഇത് എന്തായാലും വടക്കാന്നില്ലേ. നമ്മളിപ്പോൾ ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ അത് എന്തെങ്കിലും മണം അടിക്കുന്നില്ലേ. അപ്പോൾ അത് നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ വടക്കാകാണ്ട് ഇത്രയും ട്യൂബിൽ നിൽക്കണമെങ്കിൽ എന്തായാലും ഒരു കെമിക്കൽ യൂസ് ചെയ്യാണ്ട് നിൽക്കുമോ. അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്നാലും കുറച്ച് കെമിക്കൽ കുറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങാം. ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബ്രാൻഡാണ്. പ്രൊമോഷൻ വീഡിയോ അല്ലേ, എനിക്ക് പ്രൊമോഷൻ വീഡിയോ ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ ഇത് ഗ്ലോ ആകുന്ന പറയുന്നത് പപ്പായയുടെ ഫ്ലേവറാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒന്നാമത് ഞാൻ ഈ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അതായത് ഒരുപാട് ആളെല്ലാം റിവ്യൂ എല്ലാം ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എൻ്റെ സ്കിന്നും അവരുടെ സ്കിന്നും ഭയങ്കര ഡിഫറൻസ് ഗൈസ്. അപ്പോൾ ഈ ഒരു എനിക്കില്ലേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഭയങ്കര താടി മീശയൊക്കെ ഉണ്ട്. അതായത് ഫേഷ്യൽ ഹെയർസ് ഉണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, മുടിയിലൊന്നും തലക്കൊന്നും അത്ര ഹെയർ ഒന്നും കാണുന്നില്ലെങ്കിൽ അവൻ്റെ ഫേസിലൊക്കെ ധാരാളം ഹെയർ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ വരുന്ന പറയും. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഗൈസ്. സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ കഴുത്തിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഇടാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു പരീക്ഷണം. പിന്നെ എൻ്റെ സ്കിന്നിൽ എന്ന് വെച്ചാൽ ഞാൻ എല്ലാം പരീക്ഷിക്കലുണ്ട്. ഇപ്പം എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, ഓരോ കസിൻസൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവർ പറയും അയ്യോ എൻ്റെ സ്കിൻ എന്തെങ്കിലും ആയിപ്പോവാ. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നും ഇല്ല എന്നുണ്ട് അവരെല്ലാം യൂസ് ചെയ്യും, അത് വേറെ കാര്യം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ സ്കിന്നിൽ എല്ലാം പരീക്ഷിക്കലുണ്ട് ഗൈസ്. അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കലില്ല. അത് എൻ്റെ എനിക്ക് ധൈര്യമാണ്. അങ്ങനെ ഞാൻ പോകുന്നുണ്ട്, പോട്ടെ, തുമ്പിയാ തെറുക്കുന്ന മൂക്കാകെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളൂ എൻ്റെ ലൈഫിൽ. ഞാൻ അങ്ങനെയാട്ടോ വെച്ചത്. അത്രയും ബോൾഡൊന്നും അല്ലെങ്കിൽ ഒരു ചെറുങ്ങനെ ഞാനൊരു ബോൾഡാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. ഞാൻ എന്തായാലും പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ എൻ്റെ ഈ ഒരു പരീക്ഷണം കൊണ്ട് ഈ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്തൂടെ. റിസൾട്ട് നമുക്ക് കാണാമല്ലോ, ലൈവായി കാണാം. പിന്നെ ഈ റിംഗ് ലൈറ്റും കൂടി വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു. അത് നമുക്ക് സൂം ചെയ്ത് കാണുന്നില്ലേ കേട്ടോ. പിമ്പിളെല്ലാം നല്ലോണം ഡോട്ട് ചെയ്ത് കാണുന്നില്ല. കണ്ടോ ഈ റീൽസും ഷോർട്സ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര നീ എന്താണ് ദൃശ്യം തേക്കുന്നത്, നീ എന്തൊരു വെളുപ്പാന്നൊക്കെ പറയുന്ന ടീംസിനോട് പറയാം ഇതാണ് എൻ്റെ യഥാർത്ഥ കോലം. നോക്കൂ, കണ്ടോ ഗൈസ്. ഒരു കോള് വന്നു, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്.
അതായത് ഇതാണ് എൻ്റെ യഥാർത്ഥ ഫേസ്. അപ്പം ഞാനൊന്ന് കെയർ ചെയ്യാൻ പോകുന്നത്, ഇത് ഗ്ലോ ആകുന്ന പറയുന്നത് ഇവർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ. നമുക്ക് നോക്കാം. എൻ്റെ മുഖത്തല്ലേ പരീക്ഷിക്കുന്നത്, നിങ്ങളും ജസ്റ്റ് കാണുക. ഈ പീൽ ഓഫ് മാസ്ക് വെച്ചിട്ട് എൻ്റെ സ്കിന്നിന് നല്ല ഗ്ലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്തു. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഗൈസ്. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകണം എന്നുള്ള രീതിയിലുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഗൈസ് ഞാൻ. അപ്പം ഞാൻ എന്തെങ്കിലും പരീക്ഷണം ചെയ്യുന്നതിൻ്റെ മുഖത്ത് ഞാൻ ഈ ചാനലിലിടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വെളുക്കുന്ന ഇത് തേച്ചിട്ടില്ലേ, പപ്പായ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അത് ഇടാം. ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, പപ്പായൻ്റെ ഈ ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കണം. ഒരു കല്യാണമെല്ലാം വരുന്നുണ്ട്, അഥവാ ആ സമയം യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിലോ, ഇപ്പോഴേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ആകുന്നുണ്ടാകട്ടെ. ആകുന്നല്ല പറയുന്നത്, ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കാം. പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നാ പറയുന്നത് ഇടയിലും വെച്ചിട്ട്. അതിനൊന്നും സമയമില്ല ഗൈസ്. ഞാനിപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നതാണേ. ഞാൻ എന്ത് ചെയ്ത് വേറെ കയ്യിലാക്കുന്നത്, ഞാൻ കണ്ണാടിയൊന്നും എടുത്തില്ല ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ കണ്ണാടി എടുക്കട്ടെ. മേക്കപ്പ് അത് ഞാൻ കണ്ണാടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എടുത്ത സാധനം നോക്കിയ അടിപൊളിയല്ലേ. കണ്ണാടി ഉണ്ടായിനി, സോറി എന്ത് ഭാഷയെ പറയുന്നല്ലേ, കണ്ണാടിയല്ല മിറർ. ഞാനൊരു യൂട്യൂബ് വ്ളോഗറിലെ എന്തെല്ലാം ഭാഷ യൂസ് ചെയ്യുന്നത്, പല ആൾക്കാരും പലതും പറയല്ലേ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ആക്കില്ല. നമ്മളെങ്ങനെയാ, നമ്മളെ നാച്ചുറൽ എങ്ങനെയാ, ഞാൻ അങ്ങനെയാട്ടോ നിങ്ങളോട് സംസാരിക്കല്. ഇപ്പൊ മിറർ കാണുന്നൊന്നുമില്ല, എവിടെയാ വെച്ചെന്നാണ്, ഇനി പരതാനൊന്നും കഴിയില്ല. ഭ്രാന്തോ, ഞാനിത് തേക്കിട്ടു. മിറർ വരുമ്പോഴത്തേക്ക് സമയവും കഴിച്ചു. എനിക്കിത് തേച്ചിട്ട് റിസൾട്ട് എന്തല്ലോ, കണ്ണിൽ എന്തെല്ലോ പുകയുന്ന പോലെയാകുന്നുണ്ട്. ഇവരെന്തോ ലക്കിയാണത്. ഇതോ കണ്ണിൻ്റെ അടുക്കുന്നല്ലോ, കാറ്റ് പോകുന്നു. കണ്ണിന്റെ സൈഡിലൊന്നും ഞാൻ തേക്കുന്നില്ല കേട്ടോ, കാരണം കണ്ണിന്റെ സൈഡിൽ സെൻസിറ്റീവ് സ്കിന്നാണ്, എല്ലാവർക്കും അറിയില്ലേ. ലാസ്റ്റ് ഉള്ളത് കഞ്ഞി പോയി കാടിയാവും. അതിനൊന്നും ഞാൻ വഴിയെടുക്കുന്നില്ല. ഞാൻ പേടില്ല, എനിക്ക് ചെയ്യാറില്ല. ആളെ മാത്രം തേക്കുന്നത്, എനിക്ക് മേശ ഒരുപാടില്ല. ആണോ, ആണോ തേക്കുന്നുണ്ട്. ഇത് ഞാൻ വിചാരിച്ച് നല്ല പപ്പായൻ്റെ എല്ലാം നിറം കാണുന്നുണ്ട്, നിറമൊന്നും കാണുന്നില്ലല്ലോ പപ്പായക്ക്. ഇത് ഞാൻ ബാക്കി കണ്ണാടി പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. മറ്റേ കണ്ണാടി പരതാൻ കഴിയില്ല ഗൈസ്, മടി. ഞാൻ പോയിട്ട് ജസ്റ്റ് ഫില്ലപ്പ് ചെയ്ത് വേഗം വരാം ഗൈസ്. ഇപ്പൊ തിരിഞ്ഞത് കേട്ടാ, ഇതങ്ങനെ നിറം കാണുന്നൊന്നുമില്ല, നിറം കാണൂലെന്ന് തോന്നുന്നു. പീൽ ഓഫ് മാസ്ക് വിളിച്ചു വെക്കണ്ടേയില്ല. സോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിതൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ബാക്കി കഴുത്തിന് നിൽക്കട്ടെ. എന്ത് അപ്ലൈ ചെയ്യുന്ന കഴുത്തിന് അപ്ലൈ ചെയ്യണം, പക്ഷെ ഇത് കഴുത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല. ആകെ അത്രയും പറ്റുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ പിന്നെ കഴുത്തിനൊന്നും ഞാനെല്ലാം കഴുത്തിനേക്കില്ലേ. ഇനിയിപ്പോ ഇത് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂല, മുഖം ആകെ ചുളി പോകും. എന്താ ചെയ്യാം, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഓണാക്കാം. അപ്പൊ കാണാം ഗൈസ്, ഇത് റിസൾട്ട്, ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട്. മീശയെല്ലാം വന്നിനൊന്ന് അന്നേരം കാണാം. ഇവർ പറയുന്ന ഒരക്കില്ല ശരിയാന്ന് നമുക്ക് നോക്കണ്ടേ. ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ടോ. പീൽ ഓഫ് മാസ്ക് തന്നെ കേട്ടോ. മറ്റേ പശ ഇങ്ങനെ പറിച്ചു തരില്ലേ, അതുപോലെ ആകുന്നുണ്ട് ഈ കൈമന്ന്. സംഭവം ഉള്ളത് തന്നെയാണ്. നോക്കട്ടെ റിസൾട്ട് ഉണ്ടോന്ന്, ഉള്ളതാണെന്ന് നമുക്ക് ആഫ്റ്റർ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം കണ്ടതാ, ഞാൻ തേച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ റിംഗ് ലൈറ്റ് എടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പീൽ ഓഫ് മാസ്കിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. പറിച്ചടക്കാട്ടോ നമുക്ക്. അപ്പൊ വെയിറ്റ് ചെയ്യണേ, നിങ്ങളും വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ ഒരു റിസൾട്ടിന് വീഡിയോ മുഴുവനായി കാണാം. എന്നാലും ഈ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഞാൻ എന്റെ മുഖം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷണ വിധേയമാക്കിയില്ല ഗൈസ്. അപ്പോൾ 20 മിനിറ്റ് കാണാം ഗൈസ്. ഇപ്പൊ 20 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 10 മിനിറ്റ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മുഖം ആകെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്, കാരണം നമ്മൾ പീൽ ഓഫ് മാസ്ക് ആണല്ലോ അപ്ലൈ ചെയ്തത്. ഇവിടെ കുറച്ച് ഉണങ്ങാനുണ്ട് കേട്ടോ, അതും കൂടി ഉണങ്ങിയിട്ട് നമുക്ക് പറിച്ചു കളയാം. നല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ ഇവിടെ ഉണങ്ങിയണ്ടോ, ഇവിടെ കുറച്ചും കൂടി ഉണങ്ങാൻ ബാക്കിയുണ്ട്. എന്നാലും ഇത് പറിക്കുമ്പോൾ ഒരു രോമം വരും. സോ അതും കൂടി നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഗൈസ്. അതും കൂടി ഉണങ്ങിയിട്ട് നമുക്കിത് പറിച്ച് മാറ്റി ഇതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഗൈസ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞാൽ മുഖം ചൊളിയും, സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ഈ മാസ്ക് ഇങ്ങനെ കോരി പിടിച്ചിട്ടുള്ള ഗൈസ്. സോ ഇത് പറിച്ച് കളഞ്ഞിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് കാണിച്ചു കേട്ടോ. സ്റ്റിൽ വെയിറ്റ് ഗൈസ്. ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറിക്കാൻ നല്ല ക്ഷമ നശിച്ച്, കാരണം മോൻ കരയുന്നുണ്ട്. ഇതന്നെ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക്, ഇതൊന്നും പറിക്കാൻ കഴിയാത്ത ഈശ്വര. സത്യമാണ് ഈ സംഭവം കഴിക്കാൻ എന്തെന്നു പറയുന്നില്ല കേട്ടോ. പറയാത്തേ ചടി കേട്ടോ. ഞാൻ ഇട്ടതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല.
മുകളിലോട്ട് ഇപ്പം പറിക്കണം കേട്ടോ, താഴോട്ടൊന്നും പറിക്കരുത്. എന്തുകൊണ്ട് ജസ്റ്റ് ഈ സ്കിൻ സ്ലാഗായി പോകും കേട്ടോ. ലാഗല്ല സ്ലാഗ്. മീശയെല്ലാം പോട്ട്. നല്ല സുഖമുണ്ട് ഗൈസ്. റിസൾട്ട് ഉണ്ടാവും കാണിച്ചാൽ അറിയാം. ഫുൾ കഴിച്ചിട്ട് പറയാൻ കഴിയും കേട്ടോ. ഞാൻ പറയാൻ കഴിയും ഇതിലെ പണ്ടേ ഇറങ്ങിയ പ്രൊഡക്റ്റ് ആട്ടോ. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ അന്നേരം ധൈര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര ധൈര്യം. ബാക്ക്ഗ്രൗണ്ട് സാഗിനെ കളിച്ചിട്ട് വെക്കുന്നില്ലേ? കേക്കും ആ കഴിയുന്നുണ്ട് ഗൈസ്. പറയുന്നു ഇല്ല, ഞാൻ പേടിച്ചു. വലിയ റിസൾട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാനിത് മുഴുവൻ പറിച്ചിട്ട് കാണിച്ചത് ഗൈസ്. എനിക്ക് ബോറടിക്കും, കാരണം എനിക്ക് ഇതൊന്നും കാണുന്നില്ല. നിങ്ങൾ ഈ ഒരു ഇതാ നോക്കുന്നത്, ഫോണോ നോക്കുന്നു. എങ്ങനെയുണ്ട് റിസൾട്ട് ഉണ്ടോ? ചെറിയ രീതിയിലൊന്ന് ഗ്ലോ അപ്പ് ആയ പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ ഞാൻ ഈ ചെറുവാരും കടലൊക്കെയും വാരി തേക്കുന്ന അത്ര റിസൾട്ട് നനക്കുന്നില്ല, കണ്ടിട്ടില്ലേ? കണ്ട, ഞാൻ ആദ്യമായിട്ടൊന്ന് സാമ്പിൾ അടിച്ചു നോക്കിയതാ. അപ്പൊ ഇനി ഇത് വാങ്ങണ്ടല്ലോ, എനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അത് വലിയ ഡ്രാസ്റ്റ്. പിന്നെ മീശയിൽ അങ്ങനെ തന്നെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല. ഒരു പണ്ടാലും സംഭവിച്ചിട്ടില്ല ഗൈസ്. ഒരു താടി മീശ ജസ്റ്റ് ഒരു ചെറിയ ഷെയ്ഡ് ഗ്ലോ ആയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോ ഗൈസ് വീഡിയോ എന്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞത് ഫ്ലോപ്പായി. സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ ചെറുവാരി കടലക്കപ്പൊടിയെല്ലാം തേക്കുന്നതിന്റെ മെയിൻ ഗുണം ഇതാണ്. ഞാൻ ഇങ്ങനത്തെ ഞാൻ എന്റെ ഫേസിന് വേണ്ടിയിട്ട് ഒരു സാധനം ലൈഫിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. മാസ്ക് ആയാലും ഈ ഗുഡ് വൈബ്സിലെല്ലാം പല മാസ്കും കുപ്റ്റൻ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചെറുവാരി പൊടിയും അരിപ്പൊടിയും അത്ര ഗ്ലോ ഒന്നും കിട്ടൂല നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സ്കിന്നിന്റെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങില്ല കേട്ടോ. മാസ്കും കാര്യങ്ങളും ഇങ്ങനത്തെ ഒന്നും ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി ചത്താണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങൂല തീരുമാനിച്ചു. വലിയ ഗ്ലോ ഒന്നുമില്ല. ഇനി ഇതിന്റെ മേത്ത് ഞാൻ പോയിട്ട് ചെറുവാരി പൊടിയോ എന്തെങ്കിലും എന്നാലും എനിക്കൊരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. കാരണം ഞാൻ അങ്ങനെയാണ് കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. വെറും നാച്ചുറൽ പ്രൊഡക്ട്സ് മാത്രം. ആദ്യമായിട്ടാണ് ഈ പണ്ടാൽ യൂസ് ചെയ്തത് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നല്ല, നിങ്ങൾ വെറുതെ ജസ്റ്റ് അത് ട്രൈ ചെയ്തൊക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീഡിയോ ഇത്രയും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ. അയ്യോ, അതിനു മുന്നേ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നതിന് മുന്നേ പിന്നെ എന്റെ ചാനൽ ഇപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നു, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു കുട്ടി ചാനലാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ കോമഡി ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ നല്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോമഡി ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ് ഗൈസ്, ഞാൻ ഉദ്ദേശം പറയാം. ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ്, യൂസ്ഫുൾ ആയിട്ടുള്ള ചലഞ്ചിങ് വീഡിയോസ് നമ്മൾ പോകെ ഇടുന്നതാണ് ചാനലിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് എന്താ പറയുക ഷോർട്സും കാര്യങ്ങളും ആയിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് കണ്ടന്റ് ഇല്ലായിട്ടല്ല, മീൻസ് എന്തൊക്കെ ചെയ്യണമെന്നോ എന്തൊക്കെ യൂസ്ഫുൾ ആകുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഗൈസ് എനിക്ക് തീരെ ടൈമില്ല. മോനെ നോക്കാൻ ഇവിടെ ആരുമില്ല. അപ്പൊ ഇതൊക്കെ ഇത്രയും റിസ്ക് പിടിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പൊ എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ.